യെസ് മക്കളെ, ഹായ്. ഒന്നാമത്തെ ചാപ്റ്റർ ഓക്കെ ആയില്ലേ നമ്മുടെ? ഇനി നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ഏതാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ഏതാണ്? യെസ്, ജ്ഞാൻമാർഗാണ് അല്ലെ. നമ്മുടെ ഒന്നാമത്തെ ഷാംഷാ അക്ബറിന്റെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാലോ? റെഡി അല്ലേ? യെസ്, 2016-17 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കണ്ടോ? എന്താണ്? ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു പാറ്റേൺ, ഒരു പാരഗ്രാഫ് തരും, അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ? ജ്ഞാൻമാർഗ് ഏകാംഗിയുടെ ഭാഗം പഠിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുക എന്നാണ് ചോദിക്കുന്നത്. ജ്ഞാൻമാർഗ് राजकुमार 3, मेरा ज्ञान तुम दोनों के ज्ञान से अधिक है. राजकुमार 1, कैसी मूर्खता वाली बातें कर रहे हो, मैं तुम दोनों से बड़ा हूं, मेरा ही पास ज्यादा ज्ञान है. राजकुमार 2, मैं तो गुरुकुल आने से पहले भी पढ़ता था, मेरा ज्ञान तुम दोनों से ज्यादा है. അല്ലെ, അവർ അറിവിനെ പറ്റിയുള്ള അവരുടെ ആ ഒരു എന്താണ് ഡിബേറ്റ്, അല്ലെങ്കിൽ എന്താ പറയാൻ പറ്റും, ഞാനാണ് വലിയവൻ എന്നുള്ള ഡയലോഗാണ് അല്ലെ. ഇനി എന്താണ് മക്കളെ? തീനോ രാജ്കുമാർ കെ ബീച്ച് കിസ് ബാത് പർ ബഹസ് ഹോത്താ ഹെ, എന്തിനാണ് തർക്കം നടന്നിരുന്നത്? ഞാൻ. ശരിയാണല്ലോ. ഇനി കോഷ്ടക് സെ കോൺ സി വിശേഷതായ രാജ്കുമാരോ കെ ചരിത്ര കെ ലിയെ അധിക് സഹി ഹെ, ഏറ്റവും സ്യൂട്ടബിൾ ഏതായിരിക്കും? അഹങ്കാരമാണോ, മമതയാണോ, വിനമ്രതയാണോ? യെസ്, എന്താണ്? അഹങ്കാരാണ് അല്ലെ. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണെന്ന് നോക്കാം മക്കളെ. ജ്ഞാൻമാർഗ് ഏകാംഗി के आधार पर राजकुमारों के चरित्र पर टिप्पणी लिखे और टिप्पणी के लिए शीर्षक दे. യെസ്, എന്താണെന്ന് നോക്കാം. എന്താണ് ഞാൻ ശീർഷകം കൊടുത്തിരിക്കുന്നത്? സച്ചേ ജ്ഞാൻ. വേറൊരു ഹെഡിങ് കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എന്താണ്? രാജ്കുമാറിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ഒരു ടിപ്പണി എഴുതുക. രാജ്കുമാർമാരുടെ ക്യാരക്ടറെ പറ്റിയാണ്. നോക്കിയേ, ഹരേക് മേം കുച്ച് ന കുച്ച് ജ്ഞാൻ ഹോത്താ ഹേ, ജിസ്മേം ജ്ഞാൻ ഹോ ഉസേ ജ്ഞാനി കഹത്തെ ഹേ. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ അറിവുകളുണ്ട്. ആരിലാണോ അറിവുള്ളത് അവരെ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കും? ജ്ഞാനി എന്ന് വിളിക്കും. ഞാൻ ബാഹരി ദിഖാവാൻ ഹി ഹേ, ഞാൻ എന്ന് പറയുന്നത് എന്താണ്? പുറത്ത് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇനി നമ്മൾ തീനോൻ രാജ്കുമാറിനെ പറ്റി പറയാണ്. തീനോൻ രാജ്കുമാർ അപ്പനെ ആപ്പോ ബഡാ ജ്ഞാനി മാനത്തെ थे. ആ മൂന്ന് പേരും എന്താണ്? അവർ വലിയ അറിവുള്ളവരെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ഉന്നെ അപ്പനെ ജ്ഞാൻ പർ ഘമണ്ഡ് ദേ, അവർക്ക് അവരുടെ അറിവിൽ എന്തുണ്ടായിരുന്നു? അഹങ്കാരം ഉണ്ടായിരുന്നു. ഇനി തീനോനെ മിൽക്കർ ഷേർ അല്ലെ, തീനോനെ മിൽക്കർ എന്തായിരുന്നു? ഷേർ കോ രക്തമാംസ ഖാൽ അവർ പ്രാൺ ദിയേ ഹേ. മൂന്ന് പേരും കൂടി ചേർന്നിട്ട് ആ ജീവനില്ലാതെ കടന്ന സിംഹത്തിന്, എല്ലായി കടന്ന സിംഹത്തിന്റെ ആ ഹഡ്ഡിയിലേക്ക് എന്ത് ചെയ്തു? രക്തവും മാംസവും അതുപോലെ തന്നെ സ്കിന്നും പ്രാണനും എല്ലാം വെപ്പിച്ചു കൊടുത്തു. ശരിയാണല്ലോ. വാസ്തവൻ എന്ത് ചെയ്തു? തീനോ എന്താണ്? ഷേർ ഉൻകി ഓർ ആനയിലേക്ക് അല്ലെ, അത് എന്ത് ചെയ്തു? ഷേർ അവരുടെ നേരെ വരാൻ തുടങ്ങി. ഷേർ തീനോ കോ ഖാനിലേക്ക്, മൂന്ന് പേരെ കഴിക്കുമെന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താണ്? ഈ വിചാർ സേവേ സങ്കടമേ പടുകയെ, ഈ വിചാരത്തിൽ എന്ത് ചെയ്തു? അവർ ആപത്തിലപ്പെട്ടു പോലെയായി. പിന്നെയോ വാസ്തവമേം ജീവൻ കെ ജിൻകെ മൻമേ ജ്ഞാൻ പർ ഗർവ് നഹി ഹേ വേ അസൽ ബഡാ ജ്ഞാനി ഹേ. ആരുടെ മനസ്സിലാണോ റിയൽ ആയിട്ടുള്ള എന്താണ് ജ്ഞാനമുള്ളത്, അവൻ ഒരിക്കലും അഹങ്കരിക്കില്ല, അവനാണ് യഥാർത്ഥ ജ്ഞാനി. ഞാൻ ഹമേശ പാനേക്ക് കോശിഷ് കർത്താ ഹേ. ജ്ഞാനി എന്ന് പറയുന്നത് എപ്പോഴും അറിവ് നേടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. ഇതാണ് അതിന്റെ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി അടുത്തെന്താ? मेरा पिता बड़े ज्ञानी है, उनका पुत्र होने के नाते तुम दोनों से ज्यादा विद्वान हूं. क्या ज्ञानी पिता का पुत्र हमेशा ज्ञानी होता है? അതായത് അറിവുള്ള ഒരാളുടെ മകൻ എപ്പോഴും അറിവുള്ളവനാവണം എന്നുണ്ടോ? അങ്ങനെ വല്ല കൺസേൺ ഉണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കി, ജ്ഞാനി പിതാ കാ പുത്ര ഹമേശ ജ്ഞാനി ഹോത്താ നഹി ഹേ ക്യോം കി ദേ. ഇത് ഇവിടുന്ന് തന്നെ എടുത്തിരിക്കുന്നതാണ്, ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ്. ജ്ഞാനി പിതായുടെ പുത്രൻ എപ്പോഴും ജ്ഞാനി ആവണമെന്നില്ല. കണ്ടോ, ക്യാ എന്നുള്ളത് മാറ്റിയിട്ട് ജ്ഞാനി പിതാ കാ പുത്ര ഹമേശ ജ്ഞാനി ഹോത്താ ഹേ. പിന്നെ എന്ത് ചെയ്തു? നഹി. എന്നിട്ട് എന്ത് ചെയ്തു? ആ ക്യോം കി ചേർത്തു അല്ലെ. ക്യോം കി ജിസ്മേ ജ്ഞാൻ ഹോ ഉസേ ജ്ഞാനി കഹത്തെ ഹേ. ആരിലാണോ അറിവുള്ളത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജ്ഞാനി എന്ന് വിളിക്കുന്നത്. ജ്ഞാനാർജൻ ജന്മ സേ മൃത്യു തക് ചലനെ വാലി പ്രക്രിയ ഹേ. ജ്ഞാനാർജൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ജന്മം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ജ്ഞാനാർജൻ കബി ബി പൂർണ്ണ നഹി ഹോത്ത. ജ്ഞാനാർജൻ ഒരിക്കലും എന്താവുന്നില്ല? കംപ്ലീറ്റ് ആവുന്നില്ല. സച്ചേ ജ്ഞാനി കെ മന്മേം അഹങ്കാർ നഹി ഹേ അല്ലെ. എന്താണ്? അഹങ്കാർ നഹി ഹോത്താ ഹേ. റിയൽ ആയിട്ടുള്ള ജ്ഞാനിയുടെ മനസ്സിൽ എന്തുണ്ടാവില്ല? അഹങ്കാരം ഉണ്ടാവില്ല. പിതാഹോ യാ പുത്ര കൊയി ഹോ അല്ലെ. ज्ञानी अज्ञानी अर्जुन करना या पूर्वजों से मिलने धन संपत्ति की तरह नहीं है. പിതാവ് ആയിക്കോട്ടെ പുത്രനായിക്കോട്ടെ ജ്ഞാനാർജൻ കർണ എന്ന് പറഞ്ഞാൽ
എന്താണ് പൂർവികരിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് പോലെയല്ല, പൂർവികരിൽ നിന്ന് കിട്ടുന്ന സമ്പത്തിനെ പോലെയല്ല എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ഇത് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്ന് അവിടെ പറയുന്നു. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നോക്കാം മക്കളെ. ഇനി 2017-18 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വീണ്ടും ആ പാരഗ്രാഫ് വന്നിരിക്കുകയാണ്. ശിഷ്യോ ധ്യാൻ രഹേ वह ज्ञान जिससे अपना या दूसरों को नुकसान हो उसे ज्ञान नहीं, സോറി നുക്സാൻ ഹോ ജ്ഞാൻ നഹി ബൽക്കി അജ്ഞാൻ ഹേ. ശിഷ്യന്മാരെ, ഏതൊരു അറിവാണോ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്നത്, അല്ലെങ്കിൽ സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറുന്നത്, അത് ജ്ഞാനമല്ല അജ്ഞാനമാണ് എന്ന് പറഞ്ഞു അല്ലെ മക്കളെ. ഇനി പറയാണ് ജ്ഞാൻ സബ്കി ഭലായി കേ ലിയേ ഹി ഹോത്താ ഹൈ. ജ്ഞാൻ എന്തായിരിക്കണം? എല്ലാവരുടെയും നന്മയ്ക്കുള്ളതായിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, ജ്ഞാൻ കബ അജ്ഞാൻ ഹോ ജാത്താ ഹൈ. ജ്ഞാനം എപ്പോഴാണ് അജ്ഞാനമായി മാറുന്നത്? എന്താണ്? ജബ് ജ്ഞാൻ ജിസ്സേ യാ അപ്പനെ അല്ലെ ജിസ്സേ ജബ് ജ്ഞാൻ ജിസ്സേ യാ ദൂസരോം കാ നുക്സാൻ ഹോ. എന്താണ്? മറ്റുള്ളവരുടെ എന്താവുമ്പോ നുക്സാൻ ആകുന്ന സമയത്ത്, അവർക്ക് എന്താണ് അപകടം ഉണ്ടാക്കുന്ന സമയത്ത്, പ്രോബ്ലം ഉണ്ടാക്കുന്ന സമയത്ത് തബ് വഹ അജ്ഞാൻ ഹോ ജാത്താ ഹൈ. ആ അറിവ് എന്തായി മാറും? അറിവില്ലായ്മയായി മാറും. ഏതൊരു അറിവാണോ മറ്റൊരാൾക്ക് ഉപദ്രവമാവുന്നത് അതെന്തായി മാറും എന്നാ മക്കളെ പറയുന്നേ? അത് അജ്ഞാനമായി മാറും എന്നാണ് പറയുന്നത്. റെഡി അല്ലേ? യെസ്. അടുത്ത എന്താ നോക്കാം. ഇത് ഇതിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. എന്താണ്? പോസ്റ്റർ തയ്യാറാക്കുകയാണ്. ജ്ഞാൻമാർഗ് ഏകാംഗിയുടെ മഞ്ജനാണ് അല്ലെ. മഞ്ജൻ എന്ന് പറയുന്നത് സ്റ്റേജിൽ ചെയ്യാണ് ജ്ഞാൻമാർഗ് ഏകാംഗി. അപ്പോ എന്താണ്? അതിന്റെ പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. നോക്കിയേ, രംഗ് മഞ്ജ് കാ അനോഖ അനുഭവ അസ്ഹർ വജാഹത്ത് കാ ഏകാംഗി ജ്ഞാൻമാർഗ് ബായ്. നോക്കിയേ, അപ്പൊ നമ്മൾ കൊടുത്തു എന്താണ്? രംഗമഞ്ചില് അനോഖി അനുഭവം, ഒരു യുണീക്ക് ആയിട്ടുള്ള അനുഭവമായിട്ടുള്ള അസ്ഹർ വജാഹത്തിന്റെ ഏകാംഗിയായ ജ്ഞാൻമാർഗിന്റെ എന്താണ്? മഞ്ജനാണ്. എന്താണ്? 12 ജൂലൈ 2015 രാത് 9 ബജെ സ്കൂൾ സഭാഭവൻ മേം അല്ലെ. എപ്പോഴാണ്? 12-ാം തീയതി ജൂലൈ 2015 രാത്രി 9 മണിക്ക് സ്കൂൾ സഭാഭവനിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സബ്കാ ഹാർദിക് സ്വാഗത്. എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹിന്ദി വിഭാഗ് MMHH കോഴിക്കോട് അല്ലെ. MMHS കോഴിക്കോട് നമ്മൾ എന്ത് വേണമെങ്കിലും പേരാക്കാം. ഒരു സ്കൂളിന്റെ പേരും കൊടുത്തു. എവിടെയാണെന്നുള്ളതായി ഇപ്പോ സ്കൂൾ സഭാഗൃഹത്തിലാണ്. ഏത് സ്കൂളാണെന്നുള്ളത് കിട്ടി, സമയം കിട്ടി, ഡേറ്റും കിട്ടി. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ്. ഇനി എന്താണ് മക്കളെ അടുത്ത് ചോദിക്കുന്നത്? ജ്ഞാൻമാർഗ് ഏകാംഗി കെ ആധാർ പർ ഉചിത് 2 പ്രസ്താവും കോ ചുൻകർ ലിഖിയെ. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കായിട്ട് വരാറുണ്ട്. ഇത് 4 മാർക്കുമായിട്ട് വരാറുണ്ട്. ഇപ്പൊ 6 ഒരു സെന്റൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, അതിൽ നിന്ന് 4 എടുത്ത് എഴുതാൻ പറയാറുണ്ട്. ചിലപ്പോൾ 4 തന്നിട്ടോ 3 തന്നിട്ടോ അതിൽ നിന്ന് 2 കറക്റ്റ് ആയിട്ട് എഴുതാൻ പറയാറുണ്ട്. അപ്പം 2 മുതൽ 4 വരെ മാർക്കിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നാണിത്. നോക്കിയ മക്കളെ, ജ്ഞാൻ സേ കിസി കി എന്താണ്? ജ്ഞാൻ സേ കിസി കി ഭി ഭലായി നഹി ഹോത്തെ. ആർക്കും ഉപകാരം ഉണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ? കൈകൊണ്ട് കാണിച്ചോ നിങ്ങള്. യെസ്, തെറ്റാണ് അല്ലെ. തെറ്റാണ്. ഇനിയോ, ഞാൻ സബ്കി ഭലായി കേ ലിയേ ഹേ. ശരിയാണോ? അതെ, ഞാൻ എല്ലാവരുടെയും ഫലത്തിനായിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ദൂസരോം കാ നുക്സാൻ പഹുഞ്ചനെ വാല ജ്ഞാൻ അജ്ഞാൻ ഹേ അല്ലെ. മറ്റുള്ളവരുടെ നുക്സാനിലെത്തുന്ന, മറ്റുള്ളവരെ അപകടത്തിലെത്തിക്കുന്ന അറിവ് എന്ന് പറയുന്നത് അത് അറിവില്ലായ്മയാണ്. കറക്റ്റ് ആണോ? യെസ്. ഇനി 4-ാമത്തെ ജ്ഞാൻ കേവൽ അപ്നി ഭലായി കേ ഹേ. അറിവെന്ന് പറയുന്നത് സ്വയം ഉപകാരത്തിന് വേണ്ടി, സ്വയം നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ? ആണോ? അല്ല. അപ്പൊ എന്താണ്? 2 എണ്ണമാണ് കറക്റ്റ് മക്കളെ. ഈ 2 എണ്ണം കറക്റ്റ് ആൻസർ ആണ്. ഏതാണ്? ജ്ഞാൻ സഭി എന്താണ് അവിടെ പറയുന്നത് കണ്ടോ? എന്താണ്? ജ്ഞാൻ സേ കിസി ഭി ഭലായി നഹി ഹോത്തെ എന്നുള്ളതാണ്. എന്താണ്? ജ്ഞാൻ സബ്കി ഭലായി കേ ലിയേ ഹേ അല്ലെ. ജ്ഞാൻ സബ്കി മക്കളെ 2 പോയിന്റ് ആണ് കറക്റ്റ് ഉള്ളത്. 2 പോയിന്റ് തന്നിട്ടുണ്ട് അല്ലെ. ജ്ഞാൻ സബ്കി ഭലായി കേ ലിയേ ഹേ, ദൂസരോं को पहुंचना ले ज्ञान अज्ञान है. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നോക്കാം. യെസ്. എന്താണ്? കിസി ഏക് കാ ഉത്തർ ലിഖേ അല്ലെ. ഏതിന്റെങ്കിലും ഉത്തരം എഴുതുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഗുരുജി ഹം ലോഗ് സങ്കട് മേ പട് ഗയേ ഹേ, രാജ്കുമാർ ने ऐसा क्यों कहा. അല്ലെങ്കിലോ ഗുരുജി की राय में ज्ञान का नुकसान कब होता है. എന്താണ്? ആ ഗുരുജിയുടെ അഭിപ്രായത്തില് അറിവിന്റെ ദുരുപയോഗം എപ്പോഴാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ? അപ്പൊ 2നും ആൻസർ തന്നിട്ടുണ്ട് മക്കളെ. പക്ഷെ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പൊ നോക്കി, ഒന്നാമത്തെ എന്താണെന്ന് നോക്കാം. രാജ്കുമാർ അപ്പനെ ജ്ഞാൻ പലെ അപ്പനെ ജ്ഞാൻ പർ മദാന്ത് ഹോ ഗയേ അല്ലെ. തന്റെ അറിവില്, തങ്ങളുടെ അറിവിൽ എന്താണ്? അവർ വളരെ അന്ധന്മാരായി പോയി. ഉന്നോനെ അപ്പനെ ജ്ഞാൻ കാ സദുപയോഗ നഹി കിയ. അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അവരുടെ അറിവിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല. യഹ്
ഉൻകെ സങ്കട മേ ഡൂബനെ കാ കാരൺ ബൻ ഗയ. ഇതാണ് അവരെ അപകടത്തിലേക്ക് എത്തിക്കാനുണ്ടായ കാര്യം. സെറ്റാണല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ആ അറിവില്ലായ്മയെ അവരെന്ത് ചെയ്തു, അവർ ആ സിംഹത്തിന് അവര് അറിവുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ, അവര് തെറ്റായ അവർ അഹങ്കാരം അവരെ എന്ത് ചെയ്തു, അപകടത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ. നോക്കിയേ, രണ്ടാമത്തെ ചോദിക്കുന്നത് ഗുരുവിന്റെ അഭിപ്രായം എന്താണെന്നാണ്. നോക്കിയോ, വഹ് ജ്ഞാൻ जिससे अपना या दूसरों से का नुकसान हो ज्ञान नहीं बल्कि अज्ञान है. ज्ञान तो सबकी भलाई के लिए ही होता है. ഇതാണ് ഗുരുവിന്റെ അഭിപ്രായം. എന്തായിരുന്നു, ഏതൊരു അറിവാണോ മറ്റുള്ളവർക്ക് ദോഷകരമായി മാറുന്നത് അത് ജ്ഞാനമല്ല, അജ്ഞാനമാണ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുടെ നന്മയ്ക്കുള്ളതായിരിക്കണം. ഇതാണ് അടുത്ത സെറ്റ് അല്ലേ? യെസ് മക്കളെ, നമുക്ക് അടുത്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത വർഷം വന്ന ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ? എന്താണ്, 4 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലേ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നുള്ളതാണ്. യഥാർത്ഥ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ കറക്റ്റ് ആൻസർ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. നോക്കിയ മക്കളെ, ഇവിടെ ഇതാണ്. സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ജ്ഞാൻ സേ കോയി ലാഭ് നഹി, ജ്ഞാൻ ബാഹരി ദിഖാവാ ഹേ, ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ ഹേ, ജ്ഞാൻ സേ മൂർഖ് ബൻ ജാതാ ഹേ. ജ്ഞാനം എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ജ്ഞാനം നമുക്ക് പുറത്ത് കാണാനായിട്ട് സാധിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ജ്ഞാൻ സേ മൂർഖ് ബൻ ജാതാ ഹേ, ജ്ഞാനം എന്ന് പറയുന്നത് അഹങ്കാരിയാക്കി മാറ്റും, അല്ലെങ്കിൽ അഹങ്കാരി എന്നല്ല, വിവരമില്ലാത്തവനാക്കി മാറ്റും. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ അറിയാം. എന്താണ്, ജ്ഞാൻ സബ്കി ഭലായി കെ ലിയേ ഹേ. അറിവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണ്. ഇനി എന്താണെന്ന് നോക്കിയേ, അതും നല്ല കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ടാണ് റിപ്പീറ്റ് എടുത്തിട്ടാണ് നോക്കിയാൽ മക്കളെ. ഹിന്ദി ദിവസ് സമാരോഹ് में ज्ञान मार्ग एकांगी का मंजन होने वाला है, इसकी सूचना देते हुए പോസ്റ്റർ തയ്യാർ കരേ. ഓക്കെ ആണല്ലോ, നമ്മുടെ മെറ്റീരിയൽ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെറ്റീരിയൽ അതിന്റെ പോസ്റ്റർ കിടക്കുന്നുണ്ട്, മക്കൾക്ക് അത് എഴുതാം. സാർ വേറൊരു പോസ്റ്റർ തന്നിട്ടുണ്ടായിരുന്നു, അത് എഴുതാം. എന്തായാലും റിപ്പീറ്റേഷൻ ആണ്. മക്കൾക്ക് ഒരു കാര്യം എക്സ്ട്രാ കാണിച്ചു തരാം. നെക്സ്റ്റ് നോക്കാം. ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പോസ്റ്ററിന്റെ ഒരു ഫോർമാറ്റ് ആണ്, ഒരു കാര്യക്രമം വേണം, ഹെഡിങ് വേണം അല്ലെ. കാര്യക്രമം എന്താണ്, അസർ വജാഹത്തിന്റെ ഇന്ന കാര്യം അല്ലെ. എന്താണ്, ജ്ഞാൻ മാർഗ് ഏകാംഗിയുടെ മഞ്ചനാണ്. ഷെഡ് എന്ന് എന്താണ്, ജ്ഞാൻ മാർഗ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. സ്ഥാൻ എവിടെയാണ് സ്ഥലം എന്നുള്ളത് കൊടുക്കണം, എവിടെയാണ് സമയം എന്ന് കൊടുക്കണം, എപ്പോഴാണ് ഡേറ്റ് എന്നുള്ളതും കൊടുക്കണം. പിന്നെ ലാസ്റ്റ് താഴെ വേണ്ട ഒരു കാര്യമാണ് എന്ത്, അത് കൂടി ഇതിൽ കൂടെ ചേർക്കണം. എന്താണ്, ഓൾ ആർ വെൽക്കം എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഏറ്റവും ലാസ്റ്റ് എഴുതണം. എന്താണ്, സബ്കാ അല്ലെ, സബ്കാ സ്വാഗത്. ഈ ഒരു പോയിന്റും കൂടി അവിടെ വേണം. സബ്കാ സ്വാഗത് എന്ന് പറയുന്ന കാര്യം അവിടെ എന്ത് ചെയ്യണം, എന്തായാലും ചെയ്തിരിക്കണം. സബ്കാ സ്വാഗത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് അതിന്റെ ഒരു മോഡൽ പോസ്റ്റർ ആണ്. ഇങ്ങനെ ആയിരിക്കണം ഏതൊരു പോസ്റ്റർ വന്നാലും. അതായത് കാര്യക്രമം പ്രോഗ്രാം പോസ്റ്റർ ആണ് ഇത് കേട്ടോ. സൂചനാ പോസ്റ്റർ വേറെയാണ്. അപ്പൊ ഒരു പ്രോഗ്രാം പോസ്റ്റർ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഓക്കെ ആണല്ലോ? യെസ്, നമുക്ക് നോക്കാം. അടുത്ത എന്താണ്, സൂചന സംബന്ധ് പഹച്ചാൻ और സഹി മിലാൻ കരെ അല്ലെ. സംബന്ധം മനസ്സിലാക്കുക, എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ഗുരു മേ ബഹുത് ചതുർ നഹി, ബീർബൽ എന്താണ്, മേൻ തും ലോഗോം കെ ബീച്ച്. മക്കളെ ഇത് ക്വസ്റ്റ്യൻ കണ്ടല്ലോ നിങ്ങള്. ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് ആകെ ഒരു ഡൗട്ട് വന്നോ, ഇത് എന്താ സാർ ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊരു ഡൗട്ട് വന്നോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. വേറെ ഒന്നുമില്ല, 2 ചാപ്റ്ററിനും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്താണ്, ഗുരു മേ ബഹുത് ചതുർ നഹി, ബീർബൽ मैं तुम लोगों के पीछे पीछे आ रहा था, अकबर बस आपके आदेशों का पालन किया था. ഓക്കെ ആണല്ലോ. ഇതിപ്പം ജ്ഞാൻമാർഗിൽ നിന്നും നമ്മുടെ ബീർബലിന്റെ ചാപ്റ്ററിൽ നിന്നും കൂടി മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഈ സമയം വരുമ്പോൾ നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചാപ്റ്ററിൽ നിന്നാലും നമുക്ക് എഴുതണ്ടേ. യെസ്, എന്താണ് ആൻസർ നോക്കിയേ. ഗുരു ശിഷ്യന്മാരോടായിട്ട് പറയുന്നതാണ്. എന്താണ്, മേം തും ലോഗോം കെ പീച്ചെ ആ രഹാ താ, ഞാൻ നിങ്ങളുടെ പുറകെ വരുമായിരുന്നു എന്നുള്ളത് ജ്ഞാൻമാർഗിലെ ക്വസ്റ്റ്യൻ വന്നു. ഇനി എന്താണ്, ഇത് രണ്ടും അക്ബർ ബീർബലിന്റെ ഡയലോഗാണ് അല്ലെ. ബസ് ആപ്കെ ആദേശം കാ പാലൻ കിയാ ഥാ എന്നുള്ളത് ബീർബൽ പറയുന്നു. അക്ബർ എന്ത് പറഞ്ഞു, മേം ബഹുത് ചതുർ നഹി ഹേ, ഞാൻ വലിയ ബുദ്ധിമാനല്ല എന്നുള്ളത് ബീർബൽ പറഞ്ഞു. അപ്പം ഇതിലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. അതിൽ ഒരെണ്ണം ജ്ഞാൻ മാർഗ്, 2 അക്ബർ ബീർബലിന്റെ സ്റ്റോറിയിൽ നിന്നും വന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തും നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സെറ്റ് ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. യെസ്, അടുത്ത് നോക്കാം. എന്താണ് മൂന്നാമത്തെ നോക്കിയേ. സംശോധൻ കർക്കെ വാക്യ പുനർലേഖ കരേ, അതായത് ക്ലിയർ ചെയ്ത് വാക്യം എഴുതുക എന്നുള്ളതാണ്. മക്കളോട് ഇത് ഓൾറെഡി ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതുപോലെ ക്വസ്റ്റ്യനിൽ എപ്പോഴും വരാറുണ്ട്. നോക്കാം, ഒന്നാമത്തെ നോക്കിയേ. മേം മന്ത്ര എന്താണ് കൊടുത്തിരിക്കുന്നത്, മേം മന്ത്ര പഠിത്താ ഹേ തും ഇസ്മേം പ്രാൺ ഭി ഡാൽ സക്തേ ഹേ
എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന നോക്കിയ മക്കളെ, ഇതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്താണ് മേം അല്ലെ, എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. മേം എന്നുള്ളൊരു പോയിന്റ് അവിടെ കൊടുത്തിരിക്കുകയാണ് അല്ലെ. മേം മന്ത്രപ്പെടുത്താഹും. മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ മേം എന്നുള്ള ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ മേം എന്നുള്ളത് ഒക്കെ ആണല്ലോ, മേം എന്നുള്ള പോയിന്റ് കണ്ടല്ലോ. മേം മന്ത്രപ്പെടുത്താഹും. അതുപോലെ തന്നെ എന്താണ് ഇവിടെയും കൊടുത്തിരിക്കുകയാണ്, എന്ത് മേം മന്ത്രപ്പെടുത്താഹും എന്നുള്ളത് കൊടുത്തു. ശ്രദ്ധിച്ചോ, മേം മന്ത്രപ്പെടുത്താഹും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തെറ്റെന്താണ് ഇവിടെ നോക്കിയേ. മേം കർത്താവായിട്ട് വരുമ്പോ രണ്ടുപേരെയും കുത്തുള്ള മേം കർത്താവായിട്ട് വരുമ്പോ എന്ത് വേണം, എന്ത് സെന്റൻസ് ആണെങ്കിലും എൻഡിങ് വിത്ത് ഹും ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടുത്തെ റോങ് എന്ന് പറയുന്നത് ഹേ എന്നുള്ളതാണ്. ഹേ എന്തായി മാറും, ഇവിടെ ഹുമ്മായി മാറും. ഓക്കെ ആണല്ലോ. അടുത്തത് തും കർത്താവായിട്ട് വരുമ്പോ ഇവിടെ ഹേ അല്ല വേണ്ടത്, എന്താണ് തുമ്മിന്റെ പ്രയോഗത്തിൽ വരുമ്പോ നോക്കിയേ, തും കർത്താവായിട്ട് വന്നാൽ ഹോ എന്ന് ചേർക്കണം. അപ്പൊ ഇവിടെ സാർ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഹോയാക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ തെറ്റ് എവിടെയാണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ആ മേം എന്നുള്ളത് വരുമ്പോ തുമ്മായി എന്താണ് ഹുമ്മായിരിക്കണം, തും എന്ന് വരുമ്പോ ഹോയായിരിക്കണം. അപ്പൊ അതിൽ രണ്ടിലെ മിസ്റ്റേക്ക് മാറ്റി നോക്കിയ മേം മന്ത്ര പഠിത്താഹും. അതുപോലെ എന്ത് ചെയ്തു, തും ഇസ്മേം പ്രാൺ ബി ഡാൽ സക്തേ, ഹേ എന്നുള്ളത് മാറ്റിയിട്ട് എന്താക്കണം, ഹോ എന്നുള്ളതും ആക്കണം. സെറ്റ് ആണല്ലോ. റെഡി അല്ലേ? യെസ്. നോക്കാം മക്കളെ, 2019-20 കേട്ടോ, 2019-20 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം മക്കളെ, ജ്ഞാൻ മാർഗ് ഏകാംഗിക ഹംസ പഠേ और प्रश्नों के उत्तर लिखे. ജ്ഞാൻ മാർഗ് ഏകാംഗിയുടെ ഈ ഭാഗങ്ങളൊന്ന് വായിക്കുക, എന്താണ് ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ शिष्यो ध्यान रहे, वह ज्ञान जिससे या अपने या दूसरों का नुकसान हो ज्ञान नहीं बल्कि अज्ञान. ज्ञान तो सबकी भलाई के लिए ही होता है. ഈ പാരഗ്രാഫ് അഗൈൻ റിപ്പീറ്റഡ് ആണ് കേട്ടോ. പ്രീവിയസ് ടൈമിലും ഇതേ സെയിം പാരഗ്രാഫ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, ജ്ഞാൻ കാ ഉദ്ദേശ് ക്യാ ഹേ, ജ്ഞാനിന്റെ എന്താണ് ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ജ്ഞാനിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. सबका कल्याण, दूसरों का नाश, अज्ञान बढ़ाना, അഹങ്കാർ കാ കാരൺ ബനാന. എന്താണെന്ന് നോക്കിയാലോ. യെസ് നോക്കാം. എന്താണ് അതിന്റെ ആൻസർ വന്നിരിക്കുന്നത് മക്കളെ, എന്താണ് സബ്ക കല്യാണാണ് അല്ലെ. എല്ലാവരുടെയും നന്മയ്ക്കുള്ളതായിരിക്കണം എന്ത് അറിവ് എന്ന് പറയുന്നത്. അല്ലാണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാനോ അഹങ്കാരമാവാനോ അജ്ഞാനം വർദ്ധിപ്പിക്കാനോ ഉള്ളതാണോ ജ്ഞാനം? അല്ല. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത എന്താ നോക്കാം. എന്താണ് അർത്ഥം വന്നിരിക്കുന്നത് നോക്കിയേ, ജ്ഞാൻ മാർഗ് ഏകാംഗിക്ക് ലിയേ ദൂസരാ ശീർഷക്. എന്ത് കൊടുക്കും, എന്ത് കൊടുക്കാൻ പറ്റും നോക്കിയാലോ. യെസ് നോക്കാം. എന്ത് കൊടുക്കാം നമുക്ക്, ജ്ഞാൻ മാർഗ് ഏകാംഗിക്ക് ജ്ഞാൻ എന്നൊരു ഹെഡിങ് കൊടുക്കാം അല്ലെ. ജ്ഞാൻ മാർഗാണ് സ്യൂട്ടബിള്. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജ്ഞാൻ എന്നുള്ള ഒരു ഹെഡിങ് കൂടി കൊടുക്കാം. ഇനി കിതാബ് പഠനെ സെ ജ്ഞാൻ ബഡ്താ ഹെ, കിതാബ് പഠേ ജ്ഞാൻ ബഡായെ സന്ദേശ് ദേത്തെ ഹുയെ എന്ത് ചെയ്യാ, പോസ്റ്റർ തയ്യാർ കരേ. എന്താണ് മക്കളെ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യം ഇതാണ്, എന്ത് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ സന്ദേശ് പോസ്റ്റർ ആണ്. അപ്പൊ എന്തൊക്കെ വേണം, ഇവിടെ സന്ദേശം കൊടുക്കണം, ഇവിടെ പിക്ചർ വരയ്ക്കണം. സന്ദേശം ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് കിതാബ് പഠേ और ज्ञान बढ़ाए. ഈ സന്ദേശം ഇവിടെ കൊടുക്കുക. അതിനെന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പിക്ചർ വരയ്ക്കുക. ഓക്കെ ആണല്ലോ. ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ പിക്ചർ വരയ്ക്കുക. അപ്പൊ എന്തായി, അതിന് താഴെ എന്താണ് സ്കൂൾ കാ നാം, സ്കൂളിൽ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എന്താണ്. ഇപ്പൊ ഏതെങ്കിലും ക്ലബ് ആണെങ്കിൽ ഇപ്പം ഹിന്ദി വിഭാഗ് എന്താണ് ഏതെങ്കിലും സ്കൂളിന്റെ പേരും കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും സമിതിയാണ് കലാസമിതി, ആർട്ട് ക്ലബ് ആണെങ്കിൽ കലാസമിതി ഇന്ന സ്കൂള് കൊടുക്കാം. അപ്പൊ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ആ സന്ദേശം അവിടെ കൊടുക്കുക. നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കിതാബ് പഠേ ജ്ഞാൻ ബഡായെ എന്നുള്ളത് കൊടുത്തു, കോളത്തിലായിരിക്കണം. പിന്നെയോ ചിത്ര, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പിക്ചർ, കുട്ടി പുസ്തകം വായിക്കുന്നതായിട്ടുള്ള പിക്ചർ എഴുതാൻ നമുക്ക് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഏത് സ്കൂളാണോ ചെയ്യുന്നത് അതാണ് എന്ത് സന്ദേശ ദേനെ വാലെ പോസ്റ്റർ, ഒരു മെസ്സേജ് തരുന്ന പോസ്റ്റർ അങ്ങനെ ആയിരിക്കണം. മറ്റത് കാര്യക്രം പോസ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. യെസ്. അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചോദിക്കാൻ നോക്കാം. വാചൻ ജ്ഞാൻ ബഡ്നെ കാ ഏക് ഉപായ് ഹെ. വാചൻ ജ്ഞാൻ ബഡ്നെ കാ ഏക് ഉപായ് ഹെ. വാചൻ എന്ന് പറയുന്നത് അറിവ് വളരാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. വാചൻ और ज्ञान संबंध को सूचित करते हुए दो नारा लिखे. രണ്ട് സ്ലോഗൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വാചൻ സേ ജ്ഞാൻ ബഡ്താ ഹെ, അത് തന്നെ എഴുതി വെക്കാം അല്ലെ. എന്താണ് വാചനിൽ നിന്ന് എന്തുണ്ടാവും, അറിവ് വർദ്ധിക്കാം. ഒരെണ്ണം ആയല്ലോ. രണ്ടാമത്തെ എന്ത് എഴുതി, ജ്ഞാൻ ഹി ശക്തി ഹെ, അറിവാണ് ഏറ്റവും വലിയ ശക്തി, അതെന്നുള്ളത് രണ്ടാമത്തതായി. അപ്പൊ രണ്ടിനും കൂടി എത്ര മാർക്ക് വന്നു മക്കളെ, 2 മാർക്ക് വന്നു. പോസ്റ്റർ ആയിരിക്കും, നാര ആവുമ്പോ സ്ലോഗൻ ആവുമ്പോ എന്ത് ചെയ്യണം, 4 സൈഡ് ഒന്ന് വരച്ച്
ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ സ്ലോഗൻസ് ലൈക്ക് ഒരു പ്ലക്കാർഡ് പോലെയൊക്കെ ആയിരിക്കണം സ്ലോഗൻ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതും റെഡിയാക്കി വെക്കുക. സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. ഇനി നോക്കാം മക്കളെ. സൂചന ज्ञान मार्ग एकांकी का अंश पढ़े और प्रश्नों के उत्तर लिखिए. ഈ ഭാഗം പഠിക്കുക, എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക. എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയ മക്കളെ. ഗുരു मुझे मालूम था कि तुम लोगों के अंदर अभी भी अहंकार बहुत है और तुम लोग ज्ञान का नुकसान भी करते हैं, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. അല്ലെ, ഗുരു എന്ത് പറയാണ്, അവരെ സങ്കടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ അവർ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുമ്പോ ഗുരുജി അവിടെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എനിക്ക് അറിയാമായിരുന്നു നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്, അഹങ്കാരമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ അതിനെ എന്ത് ചെയ്യും, വേണ്ട രീതിയിൽ ഉപയോഗിക്കില്ല. അഹങ്കാരം കാരണം നിങ്ങൾ അതിനെ യൂട്ടിലൈസ് ചെയ്യേണ്ട രീതിയിലല്ല, അതിനെ സ്പോയിൽ ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പുറകെ വരികയായിരുന്നു എന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വിളിക്കുന്നു, രാജ്കുമാറെ ഗുരുജി മുച്ചേ ബെടുത്തി എന്താണ്, ബെഡി ഗലത്തി ഹോ ഗയി ഹൈ. ഗുരുജി എനിക്ക് എന്ത് സംഭവിച്ചു, വലിയൊരു തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യവും അവിടെ പറഞ്ഞു. സെറ്റാണല്ലോ. ഇനി ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. രാജ്കുമാരും കെ പീച്ചെ ഗുരുജി ക്യോമായി. എന്തുകൊണ്ടാണ് രാജകുമാരന്മാരുടെ പുറകെ ഗുരുജി വന്നത്? എന്താണ് ആൻസർ നോക്കിയാലോ. യെസ്, ആൻസർ നോക്കാം. എന്താണ്, രാജ്കുമാർ के अंदर अभी अहंकार बहुत है और वे अपने ज्ञान का नुकसान भी कर सकते हो, इसलिए गुरु उन लोगों के पीछे पीछे आ रहा था. എന്താണ്, അവരുടെ അകത്ത് എന്തുണ്ടായിരുന്നു, അഹങ്കാരം ഉണ്ടായിരുന്നു. അവർ തന്റെ അറിവിനെ എന്ത് ചെയ്യും, ദുരുപയോഗം ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഗുരുജി എന്ത് ചെയ്തു, അവരുടെ പുറകെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ മക്കളെ. യെസ്, അടുത്ത് നോക്കിയാലോ. എന്താണ്, നമൂനയ്ക്ക് അനുസാർ പൂർത്തി കരേ. അല്ലെ, ആ ഇത് വെച്ചുകൊണ്ട് നമൂന വെച്ചുകൊണ്ട് പൂർത്തി ചെയ്യാനാണ് പറയുന്നത്. നോക്കിയേ, വീണ്ടും ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. തും നുക്സാൻ കർ സക്തേ ഹോ. മേം നുക്സാൻ കർ എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് കർ സക്തേ ഹോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ കർ സക്തേ ഹോ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കർ സക്ത വേണം. ഓക്കെ ആണല്ലോ. മേം കർ സക്ത അല്ലെ, കർ സക്ത എന്നുള്ളത് കൊടുക്കും. സെറ്റ് ആണല്ലോ മക്കളെ. യെസ്, കർ സക്ത എന്നുള്ള ആൻസർ കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, എന്താണ് അവിടെ ആഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അവിടുത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നോക്കി, ഒന്നും കൂടി ജസ്റ്റ് ഒന്നും കൂടി നോക്കുക മക്കള്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് തും നുക്സാൻ കർ സക്തേ ഹോ, കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നുക്സാൻ കർ സക്തേ ഹോ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്ത് ചെയ്യണം, കർ സക്ത കൊടുക്കണം അല്ലെ. കർ സക്ത കൊടുത്തിട്ട് ഇനി എന്താണ്, ഇവിടെ മേം കർത്താവായിട്ട് വരുമ്പോ ഇവിടെ എന്ത് ചേർക്കണം എന്നുള്ളത് നോക്കണം. എന്ത് ചേർക്കണം സാറേ നോക്കാം. യെസ്, എന്താണ് ചേർക്കേണ്ടത് മക്കളെ, ഹും എന്നുള്ളത് ചേർക്കണം അല്ലെ. മേം കർത്ത, സോറി, മേം സക്ത ഹും, മേം നുക്സാൻ കർ സക്ത ഹും എന്നുള്ളതാക്കണം. ഓക്കെ ആണല്ലോ. ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഹും എന്നുള്ളത്. അതും കൂടി അവിടെ ആഡ് ചെയ്യണം. സെറ്റ് ആണല്ലോ. റെഡി അല്ലേ? യെസ്, അടുത്ത നോക്കാം. अर्थ नोकिए मकले. सही मिलान करी, मन में अहंकार रखने वाला ज्ञान बचाने का आग्रह किया. राजकुमार ने गुरुजी से शेर को बकरी बनाई. राजकुमार ने अपनी गलती पहचान की, ज्ञान का नुकसान कर सकता है. गुरुजी ने अपने ज्ञान से और गुरुजी से माफी मांगी. 4 क्वेश्चन വന്നു, 4 ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് മാച്ച് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. മിലാൻ, സഹി മിലാൻ ആണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാലോ. യെസ്, എന്താണ് വന്നിരിക്കുന്നത് നോക്കാം മക്കളെ. യെസ്, എന്താണ് ഒന്നാമത്തതിന്റെ ആൻസർ എന്താണ്, ഗായാണ്. എന്താണ്, मन में अहंकार रखने वाला ज्ञान का नुकसान कर सकता है. മനസ്സിൽ അഹങ്കാരമുള്ളവൻ എന്ത് ചെയ്യും, അറിവിനെ ദുരുപയോഗം ചെയ്യും. സെറ്റ് അല്ലേ. രണ്ടാമത്തത്, രാജ്കുമാറിനെ ഗുരുജി സേ ജാൻ ബച്ചാനെ കാ ആഗ്രഹ കിയ. അല്ലെ, എന്താണ്, രാജ്കുമാരൻ ഗുരുജിയോട് തന്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചു അല്ലെ, അത് പറഞ്ഞു. ഇനിയോ, രാജ്കുമാറിനെ അപ്പനി ഗലത്തി കി പഹചാനി. എന്താണ് വരുന്നത് നോക്കിയ മക്കളെ, ആർ ഗുരുജി സേ മാഫി മാങ്കി. തന്റെ തെറ്റ് മനസ്സിലാക്കുകയും ഗുരുജിയോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. നാലാമത്തെ എന്താന്ന് നോക്കിയ മക്കളെ, ഗുരുജിനെ അപ്പനി ജ്ഞാൻ സേ ഷേർ കോ ബക്കരി ബനായി. അല്ലെ, തന്റെ അറിവ് കൊണ്ട് എന്ത് ചെയ്തു മക്കളെ, എന്ത് ചെയ്തു, അറിവ് കൊണ്ട് എന്തിനെ എന്താക്കി മാറ്റി, അവിടെയുള്ള ഷേറിനെ ആടാക്കി മാറ്റി. അല്ലെ, ഷേർക്കോ ബക്കരി ബനായി എന്നാണ് പറയുന്നത് അല്ലെ. ആ ഇതിനെ ആക്കി മാറ്റി എന്നുള്ളത് പറയും. യെസ്, ഇനി അടുത്ത് നോക്കാം.
എന്താണ് അടുത്തത് നോക്കിയ മക്കളെ? എന്താണ്? ज्ञान कहां कहां से मिलता है और कैसे? निम्नलिखित बिंदुओं के आधार पर ज्ञानार्जन पर टिप्पणी लिखिए. കുറച്ച് പോയിന്റ് തരാം. നമ്മൾ ചെയ്യേണ്ട എന്താണ്? ജ്ഞാനെ പറ്റിയാണ് എഴുതേണ്ടത്. നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ജ്ഞാൻ എന്താണെന്നുള്ളത്. അത് ക്ലിയർ ആയിട്ട് എഴുതുക. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ? ഹരേക് മേ കുച്ച് ന കുച്ച് ജ്ഞാൻ ഹോത്താ ഹൈ ജിസ്മേ ജ്ഞാൻ ഹോ ഉസേ ജ്ഞാനി കഹത്തെ ഹൈ. ആരിലാണോ, എല്ലാവരിലും കുറച്ച് അറിവുകളുണ്ട്, എല്ലാവരിലും അവരുടേതായിട്ടുള്ള അറിവുകളുണ്ട്. ആരിലാണോ അറിവുള്ളത് അവനെ എന്തെന്ന് വിളിക്കും? സ്കോളർ അല്ലെങ്കിൽ ജ്ഞാനി, പണ്ഡിതൻ എന്ന് വിളിക്കും. ഞാൻ ബാഹരി ദിഖാവാ നഹി ഹൈ. ഞാൻ എന്ന് പറയുന്നത് പുറത്ത് കാണാൻ പറ്റുന്ന ഒന്നല്ല. ഇനിയോ ജ്ഞാനാർജൻ ജന്മ സേ മൃത്യു തക് ചലനെ വാലി പ്രക്രിയ ഹൈ. ജ്ഞാനാർജൻ എന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ജ്ഞാനാർജൻ കഭി ഭി പൂർണ്ണ ഹി ഹോത്ത. ഒരിക്കലും കംപ്ലീറ്റ് ആവുന്നില്ല. സച്ചേ ജ്ഞാനി കെ മൻമേ അഹങ്കാർ നഹി ഹോത്ത. യഥാർത്ഥ ജ്ഞാനിയുടെ മനസ്സിൽ എന്തുണ്ടാവില്ല? അഹങ്കാരം ഉണ്ടാവില്ല. വഹ അപ്നാ ജ്ഞാൻ സമാജ് കി ഭലായി കെ ലിയേ ഹി ഉപയോഗ കർത്ത. അവൻ തന്റെ അറിവിനെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വന്നിരിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് എന്ത്? ഈ വിഷയത്തെ പറ്റിയുള്ള ടിപ്പണി. അപ്പൊ ടിപ്പണി നന്നായിട്ട് പഠിച്ചിട്ട് വെക്കുക കേട്ടോ. ടിപ്പണി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ വന്നിട്ടുള്ള ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം തന്നെ എന്ത് കണ്ടിട്ടുണ്ട്? ഞാൻ എന്ന വിഷയത്തെ പറ്റി ടിപ്പണി തയ്യാറാക്കാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സെറ്റ് ആക്കി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? യെസ്. നമുക്ക് അടുത്ത് നോക്കിയാലോ? യെസ്. എന്താണ് അടുത്തത് നോക്കാം? യെസ്. എന്താണ് പെട്ടെന്ന് 2022, 23 ആവാൻ കാരണം? 20, 21 കണ്ടില്ല, 21, 22 കണ്ടില്ല. അതെവിടെ പോയി? അപ്പം എന്തായിരുന്നു പ്രശ്നം? യെസ്, അതായിരുന്നു കൊറോണ വർഷം അല്ലെ? അപ്പൊ കൊറോണ 2 വർഷം ക്വസ്റ്റ്യൻ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്തില്ല? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് കഴിഞ്ഞ് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. 2022 to 23. ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കോ. ज्ञान मार्ग एकांश का अंश पढ़े और प्रश्नों के उत्तर लिखिए എന്നുള്ളതാണ്. പാരഗ്രാഫ് വന്നിട്ടുണ്ട്. എന്താണ്? ഗുരുജി ഹം ലോഗ് സംകട് മേ പട് ഗയേ. എന്നിട്ട് ഗുരു മേം ജാൻതാ ഹും രാജ്കുമാർ ഗുരുജി ഹമാരി ജാൻ ബചായിയേ. എന്താണ്? ഹമാരി മേ നിഹിത സർവനാം കോൺസാ ഹേ. ചോദ്യം എന്താണ്? ഹമാരി എന്നുള്ളതിൽ നിഹിതമായിട്ടുള്ള അതിലുള്ള സർവനാം അല്ലെങ്കിൽ പ്രോനൗൺ ഏതാണെന്നുള്ളത് ചോദിച്ചു. 1 മാർക്ക്. അപ്പൊ പ്രോനൗൺ അറിഞ്ഞിരിക്കണ്ടേ? ഏതാന്ന് നോക്കിയാലോ മക്കളെ? ഏതാണ്? സിമ്പിൾ ആണ്. ഹമാരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമാണ്. എന്താണ് നോക്കാം? യെസ്. എന്താണ്? ഹം എന്നുള്ളതാണ് അല്ലെ? എന്താണ്? ഹം എന്നുള്ളതാണ് അതിൽ നിഹിതമായിരിക്കുന്ന പ്രോഗ്രാം. ഓക്കെ ആണല്ലോ? യെസ്. യെസ് മക്കളെ, എന്താണ്? കോഷ്ടയ്ക്ക് ശബ്ദവും വാക്യ പിരിമുറുക്കി പൂർത്തി കര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണെന്ന് നോക്കിയാ മക്കളെ? കോഷ്ടയിൽ കൊടുത്തിരിക്കുന്നത് എന്താ? ദഹാഡ്കർ അചാനക്. ഓക്കെ ആണല്ലോ? കൊടുത്തിരിക്കുന്നത് എന്താണ്? ഷെയർ ആകെ ബെടുത്ത, ജീവിത് ഷെയർ ആകെ ബെടുത്ത. ഇനി 3ഉം 4ഉം എന്ത് ചെയ്യണം? നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാം? ജീവിത് ഷെയർ ദഹാഡ്കർ ആകെ ബെടുത്ത. ദഹാഡ്കർ ഇവിടെ ഇട്ടു അല്ലെ? ദഹാഡ്കർ ആകെ ബെടുത്ത. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരു പെട്ടെന്നുള്ളത് ഇങ്ങോട്ട് കൊടുക്കാം. എന്നിട്ടോ അചാനക് ജീവിത് ഷെയർ ദഹാഡ്കർ ആകെ ബെടുത്ത. ഓക്കെ ആണല്ലോ? ആകെ ബെടുത്ത ഹേ എന്നുള്ളത് കൊടുത്തു. അപ്പൊ വാക്യ പിരമിഡ് ആയി. ഇതുപോലെ പിരമിഡ് വരും. പിരമിഡ് വന്നിട്ട് ഓപ്ഷൻ ബ്രാക്കറ്റിൽ കൊടുക്കും. അപ്പൊ നോക്കിയാ മക്കളെ, ഷെയർ ആകെ ബെടുത്ത ഹേ, ജീവിത് ഷെയർ ആകെ ബെടുത്ത ഹേ, ജീവിത് ഷെയർ ദഹാഡ്കർ ആകെ ബെടുത്ത ഹേ, അചാനക് ജീവിത് ഷെയർ ദഹാഡ്കർ ആകെ ബെടുത്ത ഹേ. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നോക്കാം മക്കളെ. എന്താണ്? ज्ञान पर नेखु निबंध तैयार कीजिए. അത് ഓൾറെഡി റിപ്പീറ്റ് ആണ് അല്ലെ? ഈ വർഷവും വീണ്ടും വന്നു ജ്ഞാൻ. അപ്പൊ അത് ഉറപ്പാണ് മക്കളെ, പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും വരും. ഇനി എന്താണ്? ज्ञान മാർഗിലെ ഒരു പാരഗ്രാഫ് വന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. मुझे मालूम था कि तुम लोगों के अंदर अभी भी अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी कर सकते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. ഈ പാരഗ്രാഫ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3ഓ 4ഓ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ക്വസ്റ്റ്യൻ നോക്കി? രാജ്കുമാർ കെ പീച്ചെ കോൻ ആ രഹാ. ആരായിരുന്നു വന്നിരുന്നത്? നിങ്ങൾക്ക് അറിയാം ആരാണ്? ഗുരു. സെറ്റ് അല്ലേ? യെസ്. അടുത്ത് നോക്കാം. എന്താണ്? ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. സഹി വികൽപ്പ്. ഇതിലെ വികൽപ്പ് ഏതെങ്കിലും കറക്റ്റ് ഒരു വികൽപ്പ് എടുത്ത് എഴുതാനാണ് ക്വസ്റ്റ്യൻ. മേം പ്ലസ് കോ മുച്ചി, മേം പ്ലസ് കെ മുച്ചി, മേം പ്ലസ് സേ മുച്ചി, മേം പ്ലസ് മേം മുച്ചി. ഓക്കെ, അതിൽ ഏതായിരിക്കും കറക്റ്റ്? യെസ്, മേം പ്ലസ് കോ മുച്ചേ. അല്ലെങ്കിൽ എന്തും കൂടി വരും? ഇനി ഓർത്ത് വെച്ചോ, സാറേ മുച്ചേ അല്ല വേറൊരു വേർഡ് വന്നല്ലോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാ? സ്ലാഷ് ഇടുക. എന്ത് ചെയ്യണം? മുച്ചുക്കോ എന്നുള്ളതാക്കണം. എന്താണ്? മുച്ചുക്കോ. മേം പ്ലസ് കോ
മുച്ചുക്കോ അല്ലെങ്കിൽ മുച്ചേ, രണ്ടിലേതെങ്കിലും ഒന്ന് വരും. ഓക്കെ ആണല്ലോ. ഈ മേമിന്റെ പ്രയോഗം മിക്കവാറും ഉള്ളതാണ് കേട്ടോ, ഉറപ്പാണ് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ. മേമിന്റെയോ അല്ലെങ്കിൽ വഹ് യഹ് വെച്ചിട്ടുള്ള പ്രയോഗങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിന്റെ ഉറവാറുണ്ട്. അപ്പം സർവനാമിന്റെ കൂടെ കാരകങ്ങൾ ചേർത്തിട്ടുള്ള പ്രയോഗങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം സാറേ, എന്താണ്? യെസ്, ഉചിത വാക്യാംശ ചുൻകർ വാക്യക്ക് പൂരി കരി, അല്ലെ? ഉചിതമായിട്ടുള്ള വാക്യാംശം, ഉചിതമായിട്ടുള്ള സെന്റൻസ് എടുത്തിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാക്കറ്റിൽ കൊടുത്തു ഹോ ജാത്താ ഹെ, പഠിത്താ ഹും, ജാത്തേ ഹെ, കർത്തേ ഹോ. മക്കളെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു ചെറിയ അശ്രദ്ധ പോലും എന്ത് ചെയ്യും, 4 മാർക്ക് താഴെ കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ സാർ, ആദ്യം പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. എന്താണ്? ഇവിടെ മേം വന്നിട്ടുണ്ട്. മേം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് എന്തിനായിരിക്കും ഓൾറെഡി പറഞ്ഞു, ഹുമ്മിലാണല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നമ്മൾ നോക്കി, ഇവിടെ ആകെ ഒരെണ്ണം മാത്രമേ ഹുമ്മുള്ളൂ, അത് പഠിത്താഹുമാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇതിങ്ങോട്ട് ആഴുക മേം മന്ത്ര. ഈ ഏരിയ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചെയ്യുക, ഇത് ഇങ്ങോട്ട് ഫില്ലപ്പ് ചെയ്യുക കേട്ടോ. എന്ത് ചെയ്യുക, ഈ ആൻസറിനെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഫില്ലപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ആ ഏരിയ കൊടുത്തിരിക്കുന്നത്. മേം മന്ത്ര പഠിത്താഹും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താ മക്കളെ നോക്കാം, ഷേർ ജീവിത് ഹോ ജാത്താ ഹെ എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലായിരിക്കും. നോക്കിയാൽ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്? തും ലോഗ്. തുമ്മിന്റെ പ്രയോഗം വരുമ്പോ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ കർത്തേ ഹോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് എടുത്തിടുക. എന്ത് ചെയ്യുക, ഇങ്ങോട്ട് എടുത്തിട്ട് എന്തായി മക്കളെ? യെസ്, എന്തായി? അവിടെ തും മേരാ അപമാൻ കർത്തേ ഹോ, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്നുള്ള ഒരു രീതിയിൽ വന്നു. ഓ, നമ്മൾ എന്താണ് കാരണം, തും വരുന്നതുകൊണ്ട് എന്റെ എന്തായിരിക്കണം, ഹോ ഉണ്ടാകും. സെറ്റ് അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ എന്താന്ന് നോക്കിയാ മക്കളെ, 2ഉം 4ഉം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. എന്താണ്? ഷേർ ജീവിത്, ആ പാരഗ്രാഫിൽ ഉള്ളതാണ്. എന്താണ്? ഹോ ജാത്താ ഹെ, എന്താണ്? ജീവൻ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഹോ ജാത്താ ഹെ ഇങ്ങോട്ട് ആഡ് ചെയ്യുക, എഴുതുക. ലാസ്റ്റ് ആണ് രാജകുമാർ ഡർ ജാത്തേ ഹെ, പേടിച്ചു പോയി. രാജകുമാരൻ പേടിച്ചു പോയി. ഡർ ജാത്തേ ഹെ എന്നുള്ളത് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. അപ്പൊ എന്തായി, ആൻസർ ആയി. 4 എണ്ണം കറക്റ്റ് ആയിട്ട് എഴുതിയാൽ എത്രയാ മക്കളെ? 4 മാർക്ക് കിട്ടും കേട്ടോ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ഗ്രാമർ ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ ആണല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ, റെഡി അല്ലേ? യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ഇടാം. എന്താണ് മക്കളെ? രാജ്കുമാർ, ഗുരുജി രാജ്കുമാരൊക്കെ പീച്ചെ പീച്ചെ ആ രഹാ താ ക്യോ? എന്തുകൊണ്ടാണ് ഗുരുജി രാജകുമാരന്മാരുടെ പുറകെ വന്നത്? എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. ഗുരു കോ മാലൂം താ കി തീരോं के अंदर अभी अहंकार बहुत है. ഒന്ന് എന്ത് ചെയ്യാ, നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ളതിനെ ഒന്ന് ചെറുതായിട്ട് ഷഫിൾ ചെയ്തിട്ടുള്ളൂ. എന്താണ്? ഗുരുവിന് അറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? 3 പേരുടെയും ഉള്ളിൽ അഹങ്കാരം വളരെ അധികമാണ്. और उनको मालूम है तीनों के ज्ञान का नुकसान भी करे. उनको मालूम है. അത് കൂടാണ്ട് ഗുരുവിന് അറിയാമായിരുന്നു എന്താണ്, 3 പേരും അവരുടെ അറിവിനെ എന്ത് ചെയ്യും, ദുരുപയോഗം ചെയ്യും എന്നുള്ളത്. ഇസ്ലിയെ എന്താണ്, മേം തും ലോഗോं के पीछे पीछे आ रहा था. ആ മേം എന്നുള്ളടത്ത് എന്താക്കാം മക്കളെ, ഗുരു. ഇസ്ലിയെ മേം എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ചെയ്തിട്ട് എന്താക്കാം, അവിടെ ഗുരു എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താണ്, ഇസ്ലിയെ ഗുരു അല്ലെ, ഇസ്ലിയെ ഗുരു തും ലോഗോं के साथ അല്ലെങ്കിൽ രാജ്കുമാരോं के पीछे पीछे आ रहा था. അതാണ് ക്വസ്റ്റ്യൻ. രാജ്കുമാരോं के पीछे എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ കൊടുത്താൽ മതി. രാജ്കുമാരോं के पीछे पीछे आ रहा था എന്നുള്ളത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. രാജ്കുമാരോं के पीछे पीछे आ रहा था എന്നുള്ളത് കൊടുത്താൽ ആൻസർ ആയി. സെറ്റ് അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നോക്കാം. ഇനി ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ. 2023 to 24 2023-24 ഇയറില് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് നോക്കാം. വീണ്ടും എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞാൻ മാർഗ ഏകാംഗിയെ വെച്ചിട്ടുള്ളത് ആൻസർ എഴുതാനാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഗുരുജി ഹമാരി ജാൻ ബജായിയെ. गुरु मुझे मालूम था कि तुम लोगों के अंदर अहंकार बहुत है और तुम अपने ज्ञान का नुकसान भी करते हो, इसलिए मैं तुम लोगों के पीछे पीछे आ रहा था. മക്കളെ ഈ പാരഗ്രാഫ് ഇത് എനിക്ക് തോന്നുന്നത് 5ാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം പാരഗ്രാഫ് ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻസ് ചെറുതായിട്ട് മാറ്റും, പക്ഷെ എന്താണ്, റിപ്പീറ്റ് ചെയ്താണ് ആ പാരഗ്രാഫ് വന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് വൺ ആണ്. കാരണം അവിടെ നിന്നാണ് അഹങ്കാരത്തിന്റെ പോയിന്റും എല്ലാം പറയുന്ന ഒരു മെസ്സേജ് വരുന്ന ഏരിയ ആയതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് ആയത്. ഓക്കെ ആണല്ലോ. ഇനി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, യഹാൻ രാജ്കുമാരോं के पीछे कौन आ रहा था? ഇവിടെ രാജകുമാരന്മാരുടെ പുറകെ ആരാ പോയത്? യെസ്, എന്താണ്, ഗുരുജിയാണ് അല്ലെ. രാജകുമാരന്മാരുടെ പുറകെ പോയത് ഗുരുജിയാണ്. ഇനി അടുത്ത എന്താ നോക്കിയാ മക്കളെ, എന്താണ്, മുഛേ മേ നിഹിത് സർവനാം. കണ്ടോ, ആദ്യം ചോദിച്ചത് മേം പ്ലസ് കോ എന്ന് ചോദിച്ചു.
നേരെ തിരിച്ചു ചോദിച്ചു. എന്താണ്? മുഛേ മേം നിഹിത് സർവനാം ക്യാ ഹേ? ഏത് സർവനാമാണ് വരുന്നത്? മേം. ഇതിലാണ് മുച്ചയിൽ വരുന്ന സർവനാം ഏതാണ്? മേമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മേം എന്നുള്ളത് ആൻസർ കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, രണ്ടുവരെയും കുത്തുള്ള മേമായിരിക്കണം. ഒരു വരെയും കുത്തുള്ളത് കാരക പ്രത്യയമാണ്, ഇല്ലെന്നൊരു മീനിങ് ആണ്. അതല്ല എഴുതേണ്ടത്, ഈ മേമാണ് എഴുതേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം മക്കളെ. അടുത്ത എന്താണെന്ന് നോക്കിയാൽ മക്കളെ, കോഷ്ടകത്തിൽ നിന്നുള്ള ഉത്തരം എടുത്ത് എഴുതണം. വീണ്ടും ആ പാരഗ്രാഫിനോട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നോക്കി, ഉചിതമായിട്ട് എടുത്ത് എഴുതണം. 4 മാർക്ക്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എന്താണ്? രാജ്കുമാരോ കി ജാൻ എന്താണ്? രാജകുമാരന്മാരുടെ ജീവൻ എന്തായി? സങ്കടമേം, ആപത്തിലാണ്. എന്ത് ചെയ്യാ? ഈ ആൻസറിനെ എവിടെ കൊണ്ടുവരിക? ഇതാ ഇവിടെ എടുത്ത് എഴുതുക. ആൻസർ അവിടെ എടുത്ത് എഴുതുമ്പോൾ അതിനെന്തായി? ക്ലിയർ ആയി. ഓക്കെ അല്ലേ? യെസ്. അടുത്ത എന്താണ്? രാജ്കുമാരോ കെ അന്തർ ക്യാ ഹെ? അഹങ്കാർ ഭരാ ഹുവാ ഹെ. അഹങ്കാരം നിറഞ്ഞിട്ടുണ്ട്, അത് അവിടെ കൊടുക്കുക. ഇനി രാജ്കുമാർ അഹങ്കാർ ജ്ഞാൻ കാ നുക്സാൻ, അല്ലെ? അഹങ്കാരം എന്ത് ചെയ്യും? അറിവിനെ എന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യും. ഇനിയോ രാജ്കുമാരോ കി ജാൻ ബച്ചാനെ ഗുരുജി, അല്ലെ? രാജകുമാരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ ആര് വന്നു? ഗുരുജി വന്നു. അപ്പോ അതാണ് അതിലേക്ക് വരുന്ന ആൻസർ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം മക്കൾ. നമുക്ക് 4 മാർക്കാണ് തന്നിരിക്കുന്നത്. ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ നന്നായിട്ട് അതും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത് നോക്കിയാലോ മക്കളെ? യെസ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? നോക്കിയേ. എന്താണ്? 4, വീണ്ടും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നോക്ക്. ഹരേക് മേ കുച്ച് ജ്ഞാൻ ഹോത്താ ഹെ. സഹിയായിട്ടുള്ള പ്രസ്താവന എടുത്ത് എഴുതാനാണ്. നോക്കിയേ, ഹരേക് മേ കുച്ച് ജ്ഞാൻ ഹോത്താ ഹെ. എല്ലാവരിലും അറിവുണ്ടാകും. ഉണ്ടാവുമോ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടിക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയ പ്രസ്താവനയാണ്. ജ്ഞാൻ ബാഹരി ദിഖാവാ ഹെ, അല്ലെ? പുറത്ത് കാണാൻ പറ്റുമോ? പറ്റില്ല, അല്ലെ? ഇനിയോ ജ്ഞാൻ സബ്കി ബലായി കേ ലിയേ ഹെ. അറിവ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? യെസ്, അതെ. അപ്പൊ എന്ത് ചെയ്യണം? ടിക്ക് കൊടുക്കണം. ഇനിയോ ജ്ഞാൻ സബ്കാ നുക്സാൻ കർത്താ ഹെ. എല്ലാവരുടെയും ദുരുപയോഗം ചെയ്യുവോ? എല്ലാരെയും ദുരുപയോഗം ചെയ്യുന്നതാണോ അറിവ്? അല്ല. അപ്പൊ എന്ത് ചെയ്യണം? തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻഡു ആണ്. ഇനിയോ അഹങ്കാർ സേ ജ്ഞാൻ അസഫൽ ഹോത്താ ഹെ, അല്ലെ? എന്താണ്? അഹങ്കാരത്തിൽ നിന്ന് ജ്ഞാൻ എന്തായി മാറും? അറിവ് അസഫലായി മാറും, അല്ലെ? എന്താണ്? അഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനം എന്തായി മാറും? സഫലമില്ലാതെയായി മാറും. കറക്റ്റ് ആണ്. ഇനി എന്താണ്? ദൂസരോം കി ബുരായി കർണേ വാലെ അജ്ഞാനി ഹേ. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് ആരോ അവൻ അജ്ഞാനിയാണ്. തെറ്റ് ചെയ്യുന്നവൻ ആരോ അജ്ഞാനിയാണ്. അതും കറക്റ്റ് ആയ ഓപ്ഷൻ ആണ്. നോക്ക് മക്കളെ, ഇത് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടഫ് ഇല്ല. ഇതിലെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? കറക്റ്റ് ആണെങ്കിൽ എന്ത് വരും മക്കളെ? 4 മാർക്ക് നമ്മുടെ പേപ്പറിലേക്ക് വീഴും. ഓക്കെ അല്ലേ? 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് ആണല്ലോ? യെസ്. നമുക്ക് അടുത്ത് നോക്കാം. വീണ്ടും എന്താ വന്നിരിക്കുന്നത് നോക്കിയ മക്കളെ? വീണ്ടും വന്നിരിക്കുകയാണ് ജ്ഞാൻ പർ ടിപ്പണി. റിപ്പീറ്റ്. അപ്പൊ ഇതിൽ നോക്കിയേ, ജ്ഞാൻ പർ ടിപ്പണി 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ എല്ലാ വർഷവും വന്നിട്ടുണ്ട്. അത് നന്നായി പഠിച്ചു വെക്കുക. ഷുവർ ആണ്, ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജ്ഞാൻ മാർക്കിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. മക്കൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളെല്ലാം നന്നായി പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, നമുക്ക് മനസ്സിലാവുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? മക്കൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഗ്രാമർ എന്താണ്? മേമിന്റെയും തും എന്നൊക്കെ ഉള്ളതിന്റെ പ്രയോഗങ്ങൾ നന്നായിട്ട് നോക്കി വെക്കുക. നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ക്വസ്റ്റ്യനും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റർ നന്നായിട്ട് മക്കൾ വായിക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. ഓക്കെ ആണല്ലോ? യെസ്.